ഓക്കെ റൈറ്റ്, ഞാൻ തിരികെ എത്താം, ആ ഒരു പോയിന്റിലേക്ക് തിരികെ എത്താം. സി ബി സത്യൻ, ബി ജെ പി ഉന്നയിച്ച വിഷയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇടത് പാനലിസ്റ്റ് മുന്നിലുണ്ട്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുമുണ്ട്. കേജ്രിവാളിന്റെ വിഷയം വരുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കാൻ മമതാ ബാനർജി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഇതിനെ ഒരു പോസിറ്റീവായിട്ടൊരു കാണുന്ന അവസ്ഥ, കൃത്യമായ ഒരു അജണ്ട ഇല്ലാതെ ഏത് തരത്തിൽ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു മുഴം മുന്നിൽ നിൽക്കുന്ന ബി ജെ പിക്കെതിരെ പറയാൻ കൃത്യമായ പ്രചാരണ വിഷയമില്ലാതെ നിന്ന ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഐക്യപ്പെടാൻ, ഏകപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ ഒരവസ്ഥ, കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ, ഞാൻ ഇതിനൊരു പോസിറ്റീവ് സൈഡാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയപരമായി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗോൾഡൻ ചാൻസ് ആയി മാറുകയാണ്. പറഞ്ഞാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് സുനിശ്ചിത വിജയം എന്ന തരത്തിലുള്ള ഒരു വലിയ വാർത്താ പ്രചാരം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവേകൾ, അത് സ്വാധീനിക്കപ്പെട്ടാലും അല്ലെങ്കിലും ഉള്ള സർവേകളും ഒക്കെ ആയിട്ട് ഈ ബി ജെ പി കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു നടപടി ബി ജെ പി ചെയ്യേണ്ടി കാര്യമാണ്. കാരണം അത് ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം നമ്മൾ ഈ ലോകരാഷ്ട്രങ്ങളെ എടുത്ത് നോക്കിയാൽ, ഉദാഹരണമായിട്ട് വ്ളാഡിമിർ പുടിൻ റഷ്യയില് തന്റെ എതിരാളികളെ ഇലക്ഷന് തൊട്ട് മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ലോകത്തെ ഏകാധിപത്യ സമൂഹങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് ഇലക്ഷൻ അട്ടിമറിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ പല പരിപാടികൾ ഏകാധിപതികളാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത്തരം ഒരു ചരിത്രം കേട്ടുകേൾവിയില്ലാത്തതാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ച ശേഷം ഒരു ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ലെവൽ പ്ലേയിങ് ഫീൽഡിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേ തത്തുല്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മൊത്തം തകിടം മറിച്ചുകൊണ്ട്, ആ ലെവൽ പ്ലേയിങ് ഫീൽഡിനെ തകിടം മറിച്ചുകൊണ്ട് തികച്ചും ഏകാധിപത്യപരമായ ഒരു പ്രക്രിയയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പഠനമായിരിക്കും. ഒരുപക്ഷെ ബി ജെ പി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം 400 സീറ്റ് കടക്കും, അല്ലെങ്കിൽ 350 കടക്കും എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പോലും അവർക്ക് അതിനകത്ത് അത്ര കണ്ട് കോൺഫിഡൻസ് ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോ. കാരണം ഇപ്പൊ രാമക്ഷേത്രം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് 5 മാസം മുമ്പ് കൃത്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒരു എഫക്ട് ജനങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്തെടുത്തു. അതിനുശേഷം എന്നിട്ടും പോരാഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിപ്പിച്ചുകൊണ്ട് CAA ഒരു അജണ്ടയായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അതുകൊണ്ടും ഒരുപക്ഷെ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു നടപടിയെടുക്കാൻ BJP സർക്കാരിനെ പ്രേരിപ്പിച്ചെന്ന് ഇപ്പോഴും ബോധ്യമാകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വട്ടം സമൻസ് കൊടുത്തതാണ് ED കേജ്രിവാളിന്. ഈ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനു മുമ്പേ ആകാമായിരുന്നു. ഇതിനു മുമ്പേ ഈ അറസ്റ്റ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പാണ് ഈ അറസ്റ്റ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും വലിയ ഏകാധിപത്യ മനോഭാവം നമുക്കൊരു പക്ഷേ BJPയിൽ ആരോപിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷം, കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നതിന് ശേഷം ഇത്തരം ഒരു നടപടിക്രമത്തിലൂടെ കൃത്യമായ ഒരു ജനാധിപത്യ വിരുദ്ധ മനോഭാവം തന്നെയാണ് കാട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്നുണ്ട്. ഇത് മുന്നോട്ട് വെക്കുന്ന വേറൊരു വലിയ മെസ്സേജ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ള ഒരു അതിശക്തമായ താക്കീത് കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ കൂടെ അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ എല്ലാം ചെയ്യും. കാരണം ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയാവുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. കാരണം ഡൽഹിയിൽ തുടങ്ങി ആ അശ്വമേധം ഈ പറഞ്ഞതുപോലെ പഞ്ചാബിലേക്ക് വളർന്നു. അവിടെ നിന്ന് ഗോവയിലും ഗുജറാത്തിലും ഒക്കെ സാന്നിധ്യം അറിയിച്ചു. അങ്ങനെ ഒരു ദേശീയ പാർട്ടിയായി മാറി. അങ്ങനെ വളർച്ചയുടെ പടവുകളിലൂടെ അതിശക്തമായി മുന്നോട്ട് പോകുന്ന കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കേജ്രിവാൾ പിന്തുണ കൊടുത്തില്ലായിരുന്നെങ്കിൽ, അതിന്റെ ഭാഗമായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അറസ്റ്റ് നടക്കില്ലായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായത് കൊണ്ടാണ്, ആ ധൈര്യം കാണിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ അറസ്റ്റ് നടന്നത് എന്ന ഒരു വാദം കൂടി നിലനിൽക്കുന്നുണ്ട്.
അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം ആ വാദം പറഞ്ഞതുകൊണ്ടാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പലതവണ ഈ സൗഹാർദ്ദത്തിന്റെ ഒരു മുനമ്പിലെ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും പരാജയപ്പെടുകയായിരുന്നു. കൈ കൊടുക്കാൻ മടിച്ചിരുന്നു ആപ്പ്. പക്ഷേ ഇത്തവണ ഇപ്പൊ നിതീഷ് കുമാർ ബിജെപിയിലേക്ക് പോയൊരു സാഹചര്യം, മമതാ ബാനർജി ബംഗാളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും സ്വന്തം സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഡൽഹിയിൽ അങ്ങനെ ഒരു കൈ കൊടുക്കാൻ ശ്രമിച്ചത് ഇത്തരം ചില അപായ സൂചനകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതിനെ കൂടി കൂട്ടി വായിക്കണോ ഈ അവസരത്തിൽ? അത് തിരിച്ചു വായിക്കുന്നല്ലേ പറഞ്ഞ കുറച്ചുകൂടെ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ സഖ്യത്തിന് എതിരെ നിന്നിട്ട് ഈ ആണെങ്കിൽ അതിനർത്ഥം പഞ്ചാബിലും ഡൽഹിയും ഗുജറാത്തിലും അടക്കമുള്ള പല സ്ഥലങ്ങളിലും BJPക്ക് ഈസി ആയിട്ട് വിജയിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അവർ വളരെ കൃത്യമായിട്ട് BJP ചെയ്യുന്നത് സഖ്യമായില്ലെങ്കിൽ പോലും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വിത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കേജ്രിവാൾ മാറി നിന്നിരുന്നെങ്കിൽ BJPക്ക് വളരെ ഉപകാരപ്രദമാകുമായിരുന്നു. അങ്ങനെ BJP മാറി നിൽക്കാതെ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എന്ന് പറയുന്നത് BJP നേതൃത്വത്തെ അതിശക്തമായി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം ഡൽഹിയിലെ ഇന്ത്യയുടെ തലസ്ഥാനത്തെ 7 സീറ്റുകൾ അതിശക്തമായ ഒരു മത്സരത്തിലേക്ക് പോവുകയാണ്. നേരത്തെ ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യത്തിൽ BJP നിഷ്പ്രയാസം വിജയിച്ചുകൊണ്ടിരുന്ന 7 സീറ്റുകളാണ്. ആ സീറ്റുകളിൽ ഇപ്പോ അതിശക്തമായ മത്സരം വരാൻ പോവുകയാണ്. അതിനകത്ത് BJPക്ക് വിജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഡൽഹിയിലെ വിജയം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, മറ്റൊരു സ്ഥലങ്ങളിലെയും പോലെയല്ല. മാത്രവുമല്ല, ഈ പറഞ്ഞ ഗുജറാത്തിൽ ഈ 2 പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു സഖ്യം ഏതെങ്കിലും 1-2 സീറ്റുകളിലെങ്കിലും ഫലത്തിന് മാറ്റം വരുത്തിയാൽ അത് BJPക്ക് കടുത്ത തിരിച്ചടിയാണ്. ഇപ്പൊ ചുരുക്കത്തിൽ കേജ്രിവാൾ ഇന്ത്യ മുന്നണിയിൽ ചേരാനെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് BJP രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഒരുപക്ഷെ അദ്ദേഹം അതിന് മാറി നിന്നിരുന്നെങ്കിൽ ഈ സിസോഡിയ അടക്കമുള്ള ആൾക്കാരുടെ ജയിൽ വിമോചനം വരെ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ആ കെട്ടുറപ്പിനെ കുറിച്ചും ആ ശക്തി വീണ്ടും ഒരു ശക്തി ആർജിച്ചതിനെ കുറിച്ചും പറയുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. പെട്ടെന്ന് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.